നമസ്കാരം. പരമശിവൻ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ കാണുന്നതായ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ്. ഭഗവാൻ നിങ്ങളെ പല അവസരങ്ങളിലും സഹായിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. കൂടാതെ ഈ ലക്ഷണങ്ങൾ കാണുന്നതിലൂടെ പ്രത്യേകമായ ചില അർത്ഥങ്ങളും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും പരമശിവനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തേതായ ലക്ഷണത്തെക്കുറിച്ച് പരാമർശിക്കാം. ഒരു വ്യക്തിക്ക് അപരിചിതരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് വളരെയധികം സഹായം അവരുടെ ജീവിതത്തിൽ അപരിചിതരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. അവരുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നതായ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് പലപ്പോഴും വേണ്ടപ്പെട്ടവർ ഉണ്ടാകണം എന്നില്ല. അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷിച്ച ചില വ്യക്തികൾ, പ്രതീക്ഷ അർപ്പിച്ച ചില വ്യക്തികൾ സഹായിക്കണം എന്നില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ചില അപരിചിതർ ഇവരെ സഹായിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികൾ ഇവരെ സഹായിക്കുന്നതാണ്. ഇപ്രകാരം സഹായിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ്. ചില അവസരങ്ങളിൽ നേരെ മറിച്ചായിരിക്കും സംഭവിക്കുക. ചില അപരിചിതരായ വ്യക്തികളെ സഹായിക്കേണ്ടതായി വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നുന്നു എങ്കിൽ അത് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ്. അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുന്നത് പോലും ഭഗവാന്റെ പരീക്ഷണമായി തന്നെ പരാമർശിക്കാം. അവർ അർഹരായ വ്യക്തികളാണ് എങ്കിൽ, അവർക്ക് സഹായം ശരിയായ രീതിയിൽ ആവശ്യമുണ്ട് എങ്കിൽ അവരെ സഹായിക്കുന്നതിലൂടെ ഭഗവാന്റെ കൃപാ കടാക്ഷം മറ്റു രീതിയിലുള്ള ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നർത്ഥമാക്കാം. അതിനാൽ ഈ കാര്യവും ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് ഉണരുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ബ്രാഹ്മമുഹൂർത്തമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത്. കാരണം ആ വ്യക്തികൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ അകലുവാൻ പോകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഉടനെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഈ ലക്ഷണങ്ങൾ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന് ശിവ ദർശനവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ് ഭഗവാൻ സ്വപ്ന ദർശനം നൽകുക എന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് മഹാഭാഗ്യമായി തന്നെയാണ് ഏവരും കണക്കാക്കുന്നത്. എന്നാൽ ഈ സ്വപ്നത്തിന് പിന്നിൽ ചില അർത്ഥം കൂടിയുണ്ട്. അതായത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിൽ അതിന് പിന്നിൽ ചില അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാകാം. ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ്. കൂടാതെ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭഗവാൻ ഒപ്പമുണ്ടാകും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ സ്വപ്നം കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. അത് ധനപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ ആകാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. മറ്റൊരു സൂചന ഭസ്മവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് ഭസ്മം അപ്രതീക്ഷിതമായ ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നത് പോലും ശുഭകരമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു. കൂടാതെ നിത്യവും ഭസ്മം നിങ്ങൾ അറിയാതെ അണിയുന്നു എങ്കിൽ പോലും അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്.
എന്നാൽ ഭസ്മത്തിന്റെ ഗന്ധം നിങ്ങൾക്ക് പല അവസരങ്ങളിലും ചുറ്റും അനുഭവപ്പെടുന്നു എങ്കിൽ നിങ്ങൾ പോകുന്ന ഇടത്തോ അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിലാണ് എങ്കിൽ പോലും ഇപ്രകാരം ഭസ്മത്തിന്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. ഓരോ ചുവടിനൊപ്പവും ഭഗവാൻ കൂടെയുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലും അത് പ്രതിഫലിക്കുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. എത്ര പ്രതികൂലമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും, എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാൽ പോലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും തളർച്ച അനുഭവപ്പെടില്ല എന്നതാണ് വാസ്തവം. വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തളരാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്, ഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയാണ് വന്നു ചേരുക. എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾ തളരില്ല, അല്ലെങ്കിൽ ഭഗവാൻ ഒപ്പമുണ്ടാകും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. തീർച്ചയായും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. എപ്പോഴും മനസ്സ് ശാന്തമായി കൊണ്ട് നടക്കുക എന്നത് പലർക്കും ജീവിതത്തിൽ ലഭിക്കാത്തതായ ഒരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഇരട്ടിയായി വന്നു ചേരുമ്പോൾ, ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യങ്ങളിൽ തീർച്ചയായും മനസ്സ് എപ്പോഴും ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിലും തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ തളരാതെ തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രകടമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മുടക്കം കൂടാതെ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എത്ര തന്നെ കാര്യങ്ങളുണ്ട് എങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നാം, പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എങ്കിൽ പോലും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഭംഗം വരില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് പ്രകടമാകുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി അഥവാ പ്രകടമാകുന്നില്ല എങ്കിൽ ഭഗവാനെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ ഭഗവാൻ. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക.